ആര്യൻ്റെ ട്രെയിലറൊക്കെ കണ്ട് ഒരു രാക്ഷസനടുത്തെങ്കിലും നിൽക്കുന്ന സാധനം പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ചെറുതായിട്ടൊന്ന് തെറ്റി. ഒരു സെലിബ്രിറ്റിയോട് കൂടി ഒരു ന്യൂസ് ചാനൽ ഫ്ലോർ വില്ലൻ ഹൈജാക്ക് ചെയ്യുന്നു. താനൊരു ആർട്ടിസ്റ്റാണെന്നും താനൊരു ആർട്ട് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. താൻ വില്ലനാണെന്നും ഇനി ഒരു നായകൻ വരാനുണ്ടെന്നും പറയുന്നു. തൻ്റെ മരണശേഷം താൻ പ്ലാൻ ചെയ്ത കൊലപാതകങ്ങൾ നടക്കുമെന്നും പറയുന്നു. വാവ്, സൈക്കോ കില്ലർ സെൽവരാഘവൻ. ഇപ്പോൾ ഒരു സംഭവം തോന്നിയില്ലേ? എന്ത്, എപ്പോൾ, എന്തിന്, എങ്ങനെ? ഇതറിയാനായി നമ്മൾ നോക്കിയിരിക്കുകയാണ്. നായകൻ നമ്പി എത്തി. നമ്പി മൊത്തത്തിൽ ഊമ്പിയിരിക്കുകയാണ്. മാരേജ് ലൈഫൊക്കെ എങ്ങനെ തേമ്പിയിരുന്നാലും ഈ അവിഞ്ഞ കേസ് അന്വേഷിക്കാൻ നമ്പിയല്ലാതെ ആരും ആ പ്രദേശത്തില്ലെന്നൊക്കെ ബിൽഡപ്പ്. ലവ് ലൈഫ് ഹൂമ്പി എന്ന് കാണിക്കാനൊരു സോങ്. നമ്പി വരുന്നു, കൊലകൾ നടക്കുന്നു, അന്വേഷണം ഒരു പുണ്ണാക്കമാവുന്നില്ല. പോട്ടെ, 4 കൊലകൾ കഴിയുമ്പോൾ നമ്പി മനസ്സിലാക്കും ആക്ടിവിസ്റ്റുകളാണ് ടാർഗറ്റ്. അത് കണ്ടെത്താനും ഹിന്റ് മരിച്ച കില്ലർ ഇട്ടു കൊടുക്കണം. മരിച്ച ഒരാൾ നേരത്തെ പ്ലാൻ ചെയ്ത കൊലകൾ നടത്തുന്നു. തുമ്പില്ലാതെ നമ്പി നിൽക്കുന്നു. പ്ലോട്ടൊക്കെ അടിപൊളിയാ. ഇടയ്ക്ക് നമ്പി ഭയങ്കര മറ്റേതാണെന്ന് കാണിക്കാൻ ഒന്നിനും കൊള്ളാത്ത വില്ലന്മാരും ആവശ്യമേ ഇല്ലാത്ത ഫൈറ്റ്സും. അപ്പോഴും കില്ലറും കില്ലിങ്ങും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്തിന് എന്നതൊക്കെ നോക്കി നമ്മളവിടെ നിപ്പാണ്. നമ്പി ആയിട്ട് വന്ന വിഷ്ണു വിശാലിനെ ക്ലീൻ ഷേവ് ചെയ്യിച്ച് ഒരുമാതിരി കബഡി കളിക്കാരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കൊടുത്തു. അവിടെയും നമ്പിയെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഒന്നും എവിടെ എത്താതെ ഹുമ്പിത്തെറ്റി അന്വേഷിക്കുന്ന നമ്പിക്ക് വില്ലൻ തന്നെ ഹിൻഡ് കൊടുത്തു. അവസാനം കണ്ടുപിടിക്കും. ഒരു കൊല തടയും നമ്പി. മോട്ടീവ് കേട്ട അക്ഷരാർത്ഥത്തിൽ സല്യൂട്ട് അടിച്ചു. സമൂഹത്തിന് മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആളുകളെ കൊന്ന് അതൊരു ന്യൂസാക്കി തൻ്റെ ആർട്ട് പൂർത്തിയാക്കിയതാണ് വില്ലൻ. ഈ ആർട്ട് പൂർത്തിയാക്കുന്നതോ മരണശേഷം. അന്വേഷിച്ച നമ്പി മാത്രമല്ല, കണ്ടിരുന്ന നമ്മളും ഊംഫി. ഇത്രയും ഗതികെട്ടിയ ഒരു സൈക്കോ കില്ലറും അന്വേഷണ ഉദ്യോഗസ്ഥനും. സൈക്കോ മോട്ടീവിൽ ലോജിക്ക് നോക്കിയില്ലെങ്കിലും മോട്ടീവ് കണക്റ്റ് ആവാതെ പടം ഓടില്ലല്ലോ. പിന്നെ നമ്പി ആയിരിക്കും അന്വേഷിക്കേണ്ടത് എന്ന് പോലും വില്ലൻ മരിക്കുന്നതിന് മുമ്പേ ഉറപ്പിച്ചിരുന്നു. നമ്പിയെ വെല്ലുവിളിക്കുന്ന വീഡിയോ പോലും ഷൂട്ട് ചെയ്താണ് പാവം മരിച്ചത്. ഇവനെ തന്നെ അന്വേഷിക്കാൻ വിടാൻ എന്ന് കൃത്യമായി ഉറപ്പിക്കാൻ അവൻ്റെ അളിയനായിരുന്നല്ലോ ആഭ്യന്തരമന്ത്രി. എന്തോരം മുക്കിയാലും അതേ നായകനെ വെച്ചാലും രാക്ഷസനൊന്നും ആവില്ല. എന്തെഴുതി വെച്ചാലും വിഴുങ്ങാനിരിക്കുന്ന കഴുതയല്ല പ്രേക്ഷകനെന്നും പൊട്ടിത്തകർന്ന ഈ സിനിമ നിങ്ങളെയൊക്കെ പഠിപ്പിക്കട്ടെ. അപ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്താവട്ടെ നമ്പി സാറിന്.